മക്കളെ, ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഇതാ ഉറപ്പിച്ച് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. നമ്മൾ ഏറ്റവും പുതിയ പാഠത്തിലുള്ളതാണ്. അപ്പൊ ഡൈവേഴ്സിറ്റി എന്താണ് ഫുഡ് ചെയിൻ എന്ന് ക്വസ്റ്റ്യൻ വരിക. ഈ തന്നിട്ടുള്ള ഒരു ഫുഡ് ചെയിൻ തന്നിട്ട് അല്ലെങ്കിൽ ഒരു ആഹാര ശൃംഖല തന്നിട്ട് നിങ്ങളോട് ചോദിക്കും ഏതാണ് ലെവലിൽ വരുന്നതെന്ന്. നമുക്കറിയാം ഈ ഒരു ഫുഡ് ചെയിനിൽ ആദ്യം കാണാം പാഡി, നെല്ല് എന്ന് പറയുന്നത് പ്രൊഡ്യൂസർ ആണ് അല്ലെങ്കിൽ ഉത്പാദകരാണ്. കാരണം അവരാണ് ഭക്ഷണം ഉണ്ടാക്കുന്ന ആൾക്കാർ. ഇവരെ കഴിക്കുന്ന രണ്ടാമത്തെ ലെവലിൽ വരുന്നതാണ് നമ്മുടെ എലി എന്ന് പറയുന്നത്. അവർ പ്രാഥമിക ഉപഭോക്താവാണ്, പ്രൈമറി കൺസ്യൂമർ ആണ്. ഇനി ഇവിടെ നമുക്ക് കാണാം സ്നേക്ക് എന്ന് പറയുന്നതാണ് സെക്കൻഡറി കൺസ്യൂമർ, ഈഗിൾ എന്ന് പറയുന്നത് ടെറിഷറി കൺസ്യൂമർ. അപ്പോൾ ഒരു ഫുഡ് ചെയിനിൽ ഓരോ ആൾക്കാരും അവർ കഴിക്കുന്ന ഭക്ഷണക്രമത്തിലാണ് അവരെ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് ഓർഡർ ആക്കിയിരിക്കുന്നത്. ഈ ഒരു ലീനിയർ സീക്വൻസിനെയാണ് നമ്മൾ ഫുഡ് ചെയിൻ അല്ലെങ്കിൽ ആഹാര ശൃംഖല എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ചോദ്യം നോക്കിക്കേ, ഇവിടെ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് പാഡി, നെല്ലാണ് എങ്കിൽ ഈ ഒരു ഫുഡ് ചെയിനിലെ ടെറിഷറി കൺസ്യൂമർ, തൃതീയ ഉപഭോക്താവ് ആരാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക. വേഗം തന്നെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. കൂടുതൽ ചോദ്യങ്ങളായിട്ട് വീണ്ടും വരാം. ബൈ.